നമ്മൾ ഇത്ര ആളത്തെ ഡിസ്കഷൻ വെച്ചിട്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സോഷ്യൽ കണക്ഷൻസ് ഒരുപാടുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ഒരുപാട് കൂടും. ഹാപ്പിനെസ്സിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടറാണ് സോഷ്യൽ കണക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാരോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹാപ്പി ആവും. ആണോ? അതോ നിങ്ങൾ ആൾക്കാരെ ആക്ച്വലി അവോയ്ഡ് ചെയ്ത് ഒറ്റയ്ക്കിരിക്കാനാണോ താല്പര്യപ്പെടുന്നത്? കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആകാതിരിക്കുമോ അതോ ഹാപ്പി ആകുമോ? നമുക്ക് ഒരു എക്സസൈസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ്ഫോറക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അസ്യൂം ചെയ്യും, നിങ്ങൾ ഒരു ബസ്സിൽ പോവുകയാണ്. ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ അടുത്തിരിപ്പുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? നിങ്ങൾ അവിടെ നിങ്ങളുടെ യാത്ര സുഗമമാണെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം വരണമെങ്കിൽ നിങ്ങൾ ആക്ച്വലി പാട്ട് കേട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വീഡിയോ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മൊബൈലിലെ ഗെയിം കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്നതാണോ? അതോ ആ സ്ട്രേഞ്ചറുമായിട്ട് ഒരു കോൺവെർസേഷൻ, ഒരു സംസാരിച്ച് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ നിങ്ങളെ ഹാപ്പി ആക്കുക? കൂടുതലും ആൾക്കാർ പറയുന്നത് അവരുടെ ട്രാവൽ സ്മൂത്താണ്, കമ്മ്യൂട്ട് സ്മൂത്താണെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. വേറെ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ വെറുതെ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കി, വെറുതെ എന്തിനാണ് സമയം കളയുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അവർ ചിന്തിക്കുന്നിരിക്കും. പേടിക്കണ്ട, സർവേ അനുസരിച്ച് ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇനി നമുക്കൊരു റിസർച്ചിനെ കുറിച്ച് നോക്കാം. ഡീന്ന് ഷ്രോഡർ എന്ന് പറഞ്ഞ രണ്ടുപേർ 2014 ഒരു റിസർച്ച് നടത്തി. മിസ്റ്റേക്കിംഗ്ലി സീക്കിംഗ് സോളിറ്റ്യൂഡ് എന്നാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേര്. അങ്ങനെയാണ്, മിസ്റ്റേക്കിംഗ്ലി സീക്കിംഗ് സോളിറ്റ്യൂഡ് എന്ന എക്സ്പെരിമെൻ്റ് ആയിരുന്നു അത്. അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കുറേ ആൾക്കാരെ കണ്ടു. എന്നിട്ട് അവർ പറഞ്ഞു ഒരു റിസർച്ച് നടത്താൻ പോവുകയാണ്. എന്നിട്ട് അവരെ മൂന്നായി തിരിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ സെറ്റ് ആൾക്കാർ ട്രെയിനിൽ കയറുക, യാത്ര ചെയ്യുമ്പോൾ ആദ്യത്തെ സെറ്റ് ആൾക്കാർ അടുത്തിരിക്കുന്ന സ്ട്രേഞ്ചറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കണം. ഇത്തിരി സംസാരിച്ച് തന്നെ കണക്ഷൻ ഉണ്ടാക്കണം. രണ്ടാമത്തെ സെറ്റ് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക. മൂന്നാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ യൂഷ്വലായിട്ട് യാത്ര ചെയ്യുന്നു അങ്ങനെ തന്നെ യൂഷ്വലായിട്ട് ചെയ്യുക. എന്നിട്ട് ഇവരുടെ എല്ലാം കയ്യിൽ ഓരോ എൻവലപ്പും കൊടുത്തു. അതൊരു ചെറിയ സർവേ ആയിരുന്നു. ആ യാത്ര കഴിഞ്ഞിറങ്ങുമ്പോൾ ആ സർവേ കംപ്ലീറ്റ് ചെയ്ത് മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ആൾക്കാരെല്ലാം ഇതുപോലെ കയറി ചെന്ന് സർവേ കംപ്ലീറ്റ് ചെയ്തു. ഈ സർവേയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആ സർവേയിലെ ബേസിക് ക്വസ്റ്റ്യൻസും പറയുന്നത് നിങ്ങൾക്ക് റൈഡ് എങ്ങനെ ഫീൽ ചെയ്തു, എന്തുമാത്രം പ്ലസൻ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള, എന്തുമാത്രം ഹാപ്പിയാണ് നിങ്ങളത് കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അവരിതെല്ലാം കഴിഞ്ഞിട്ട് ഈ റിസർച്ചേഴ്സിന് മെയിൽ അയക്കുകയും ചെയ്തു. അതവിടെ നിൽക്കുന്നത്. നമുക്ക് ആദ്യം നോക്കാം അവരോട് എന്താണ് എക്സാക്ട്ലി പറഞ്ഞതെന്ന്. ഇവരോട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രേഞ്ചറുമായിട്ട്, ഫസ്റ്റ് ടീമിനോട് ഈ സ്ട്രേഞ്ചറുമായിട്ട് ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്തെടുക്കുക, ഒരു കണക്ഷൻ വേണം ബിൽഡ് ചെയ്തെടുക്കാൻ. അവരെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അവരോട് പറഞ്ഞ്, അവരുടെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നമ്മൾ കണ്ടെടുത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. എത്ര നീളത്തെ കോൺവെർസേഷൻ പറ്റുമോ അത്രയും നല്ലത്. ഒരു ഗോളെന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നെയ്ബർഹുഡ് കമ്മ്യൂണിറ്റിയെ അറിയുക എന്നാണ്. ഒരു ഹൈ ബൈ അല്ല, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു കോൺവെർസേഷൻ, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണക്ഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് കൂടുതൽ ഹാപ്പിയർ ആയിരുന്നു. ഇതിനെ സൈക്കോളജിക്കൽ ടേംസിൽ സോഷ്യൽ സ്നാക്സ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കണക്ഷൻസ് ഒരുപാട് ലോങ് ഫ്രണ്ട്ഷിപ്പ് ആയില്ലെങ്കിൽ പോലും ഒരു കണക്ഷനാണ്. അതുകൊണ്ടാണ് സോഷ്യൽ സ്നാക്ക് എന്ന് പറയുന്നത്. ഈ ചെറിയ മൊമെൻറ്റ്സ് നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു വാല്യൂ ആഡ് ചെയ്യില്ല നമ്മൾ വിചാരിക്കും. പക്ഷേ അത് ലോങ് ടൈമിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഹാപ്പിയർ എൻഡിങ്ങിലേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചു ചേർക്കും. അതുകൊണ്ട് ഇനി എക്സസൈസ് പാർട്ടിലേക്ക് വരാം. നിങ്ങൾ ഒരാഴ്ച മിനിമം 3 സ്ട്രേഞ്ചേഴ്സിനോടെങ്കിലും സംസാരിക്കുക. അതിനായിട്ട് പുറത്ത് പോയി സംസാരിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഒരു കോൺവെർസേഷൻ തുടങ്ങുക. ഒരു ഹൈ ബൈ അല്ല, ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെക്കുറിച്ച് കണ്ടുപിടിക്കുക. നമ്മളെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുക. അത് പതുക്കെ, ഒറ്റയടിക്ക് നടക്കില്ല, ഒരു ഹാബിറ്റാക്കി പതുക്കെ കൊണ്ടുവരിക. സ്ട്രേഞ്ചേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉള്ളിൽ നിന്ന് തന്നെത്താനെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് വൈറസ് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. എക്സസൈസ് നിങ്ങൾ മറക്കാതെ ചെയ്യുക. സ്ട്രേഞ്ചേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. സോ until we meet next time with another video, stay happy, keep smiling, bye bye.